ആമേൻ. ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു കെണിയെക്കുറിച്ച് കർത്താവ് പറയുക. ഉത്കണ്ഠ മുഖാന്തരം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും, ഒരു ചാണെങ്കിലും, ഒരു മുഴമെങ്കിലും നീട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ? മത്തായി 6:27. മനുഷ്യജീവിതത്തെ കാർന്നു തിന്നുന്ന എലി പോലെ കരണ്ട് തിന്നുന്ന ഏറ്റവും വലിയ ഭീതിതമായ ഒരു ഭാവമാണ് ഉത്കണ്ഠ. ഒരു വിധത്തിൽ അത് സാത്താൻ്റെ കൈയാണ്. സാത്താൻ്റെ കൈ നമ്മുടെ നെഞ്ചത്ത് വെക്കുന്ന അനുഭവമാണ് ഉത്കണ്ഠ. വെറുതെ രാവിലെ മുതൽ ഉത്കണ്ഠയാ. ഇന്ന് എഴുന്നേറ്റപ്പോഴേ മുഖം കഴുകാൻ തുടങ്ങിയപ്പോഴേ ഉത്കണ്ഠയായി. ഇന്ന് എങ്ങനെയാകും? അവരുടെ കണി വിജയിക്കും. ഈ കേസിൽ ഞാൻ പരാജയപ്പെടും. ഞാൻ ഈ പോകുന്ന വഴിക്ക് ഈ ജോലിയിൽ എങ്ങും എത്തില്ല. ഈ ഇൻ്റർവ്യൂ എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഈ വ്യക്തിയോട് നേരിടാൻ എനിക്ക് പറ്റില്ല. ഞാൻ വല്ലാതെ കിതയ്ക്കുന്നു, ഭാരപ്പെടുന്നു. നാം സ്വയം ഉത്കണ്ഠയിൽ സന്തോഷിക്കുകയാണ്. ഉത്കണ്ഠ ദൈവദാനമല്ല, ദൈവം അനുവദിക്കുന്നതുമല്ല. എന്തിനു നാം ഉത്കണ്ഠാകുലരാകണം? ഉത്കണ്ഠ മൂലം പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തെ ഏറ്റവും തകർത്ത ഒരു ഭാവമാണ് ഉത്കണ്ഠ. ശത്രുവിനെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, മത്സരങ്ങളെക്കുറിച്ച്, പഠനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ മുഖാന്തരം എന്തെങ്കിലും ഒരു മേന്മ നമുക്കുണ്ടോ? ഉത്കണ്ഠ മുഖാന്തരം ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴം നീട്ടാൻ പറ്റാത്ത നമുക്ക് എന്നാ എടുക്കാൻ പറ്റും? ദൈവത്തിൽ ആശ്രയിക്കുക. കുലുങ്ങാത്ത, കരയാത്ത, വീഴ്ത്താത്ത ഒരു ദൈവം നമുക്കുണ്ടെന്ന് വിശ്വസിക്കുക. ഈ ദിവസം നീ വിജയിക്കുക. ആമേൻ. ആമേൻ. ആമേൻ.